വളരുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫോക്കസ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളവരെയും കൂടി വളർത്തുക, എപ്പോഴും അതാണല്ലോ ഞാൻ പറയുന്നത്. അതന്നെ ഫോക്കസ്. ഈ സിബിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ സിബിൻ ബിഗ് ബോസിനെതിരെ ഒരുപാട് സംസാരിക്കുന്നത്, ബിഗ് ബോസ് ലൈവ് എഡിറ്റ് ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് ചുരുങ്ങി പോകുന്നുണ്ട്. അതല്ല, അത് ലൈവിലായാലും ഒരാളെ ടാർഗറ്റ് ചെയ്ത് മാത്രമായിട്ട് അവർ നല്ലത് മാത്രം ചെയ്തത് മാത്രമായിട്ട് കാണിക്കുന്ന ഒരു പ്രവണത അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നല്ലോ അത് ചോദിച്ചത്, ആ ഒരു എക്സ്പീരിയൻസ് നേരിട്ടിട്ടുണ്ടോ? ശോഭയ്ക്ക് എത്രമാത്രം വിഷമം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ വിഷമം ഉണ്ടായിരുന്നില്ല ഹെയ്റ്റ് വന്നാൽ കഴിഞ്ഞപ്പോൾ? അത് ഈ പറഞ്ഞ ഈ ഹെയ്റ്റ് പറയുന്നതുണ്ടല്ലോ, PR-കൾ പുറത്തു നിന്ന് വർക്ക് ചെയ്ത് കുറേ ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് വരുന്ന കമൻസിന് ഞാനെന്ത് പറയുക, ചില സ്ഥലത്ത് നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കണം, ചില കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. വിച്ച് എന്നെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ പോലത്തെ കുറേ കണ്ടസ്റ്റൻസിനും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിൽ ഞാൻ സംസാരിച്ചു, അത് ലൈവിൽ. അതുപോലെ തന്നെ എനിക്കൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തു, അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി അതിൽ ഞാൻ കൂടുതൽ ഒരാൾക്കൊരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതല്ല, ഇതിൻ്റെ ഒരു ഗെയിം കണ്ടുപിടിക്കുമ്പോൾ ആൾക്കാർ ഫേവറിസം ഉണ്ട്. ജാസ്മിന് വേണ്ടിയാണ്, ജാസ്മിനൊരു കപ്പാണ് ഈ പരിപാടി എന്നാണ് തോന്നുന്നത് പറയാറുണ്ട്. അതിലെന്താണ് എനിക്ക് പറയുന്നത്? എനിക്കതിനെക്കുറിച്ച് അറിയില്ല, പക്ഷേ ഞാൻ പറയാം, എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് അതിനകത്ത്. എനിക്കറിയില്ല, ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ള കാര്യമാണ്. ചില സ്ഥലങ്ങളിൽ ചിലവർക്ക് ആ ഒരു സപ്പോർട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പല ഇതിൽ. അത് ഞാൻ ലൈവിലിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഈ അഖിൽമാരുടെ കാസ്റ്റിംഗ് കൗച്ച് ആരോപണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ സീസണിൽ അതാരും ഒരു ബാഡ് എക്സ്പീരിയൻസും ചാനലിൻ്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ മേക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടേ ഇല്ല. ഐ ക്യാൻ ഗ്യാരണ്ടി യു. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ ഈ 13 years ഉണ്ടാക്കിയെടുത്ത ഒരു പേര് സ്റ്റേക്കിലിട്ടിട്ട് അതും അങ്ങനെ ഞാൻ പോകത്തില്ല. ഞാൻ പോയി എൻ്റെ അച്ഛനെയും അമ്മയും പ്രൗഡാക്കി. അതുപോലെ നാദ്രയാണെങ്കിൽ നാദ്രയുടെ ഫാമിലിയുടെ നാദ്രയ്ക്ക് തിരിച്ചു. അതൊക്കെ ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റും? ഒരു 3 മാസം കൊണ്ട് ഒരു ഫാമിലിയുടെ ആ ഒരു മെൻറ്റാലിറ്റി, അതുപോലെ തന്നെ കേരളത്തിലെ പല ജനങ്ങൾക്കും ആ ഒരു മാറ്റം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല കാര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. അതിന് ആരെങ്കിലും പുറകിലുണ്ട്, ഇങ്ങനെ ഒരു ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പുറത്ത് കൊണ്ടുവരികയും വേണം, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഇടുകയും വേണം. അല്ലാതെ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് പബ്ലിസിറ്റി മോണിറ്ററി ബെനിഫിറ്റ്സും ഉണ്ടാക്കുകയല്ല വേണ്ടത്. അതും ഇത്രയും പേരെ അനുഭവിപ്പിച്ചിട്ടല്ല അത് ചെയ്യേണ്ടത്. ഇത്രയും കണ്ടസ്റ്റൻസ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സൈബർ ബുള്ളിങ്. അപ്പോൾ കപ്പടിക്കാൻ ചാൻസ് ഉള്ള മത്സരാർത്ഥിയാണ്. കപ്പടിക്കാൻ ചാൻസ് വേണമെങ്കിൽ സമയത്ത് പറയില്ല, ജനസപ്പോർട്ടാണ്. അതെങ്ങനെ വേണമെങ്കിലും മാറി മറിയാം. ബിക്കോസ് ഇപ്പോൾ പുറത്തിറങ്ങൂലേ കണ്ടസ്റ്റൻസ്, അവരുടെ വോട്ടും അകത്ത് നിൽക്കുന്നവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും, അതായത് ജനങ്ങളിൽ. മനസ്സിലായോ? അപ്പം അതുപോലെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ പുറത്ത് പോയി അവരെങ്ങനെ സംസാരിക്കുന്നു, അതൊക്കെ ജനങ്ങളുടെ വോട്ടിങ്ങിലൊക്കെ മാറ്റം വരും. അപ്പോൾ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇയാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഐ ഡോണ്ട് തിങ്ക്. ഒരുപാട് പേരുണ്ടായിരുന്നു. സിബിനെ എങ്ങനെയുണ്ടായി? സിബിനെ ഇഷ്ടമായിരുന്നു, പൂജനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ജിൻഡോനെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെടാത്ത ആരുള്ള? അങ്ങനെ ആരില്ല, ജാസ്മിനൊക്കെ ഇഷ്ടപ്പെടണം. ഒരു രീതിയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്ന കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. ജാസ്മിന് ഈ ജാസ്മിൻ പ്രണയം ഇതായിരുന്നോ? ശരിക്കും സത്യമാണോ? എനിക്കറിയത്തില്ല, അത് അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ. അവർക്കുള്ളിൽ എന്തായിരുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ല, അവരോട് ചോദിക്കും. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഞാൻ ഒരിക്കലും നമ്മള് അങ്ങനെ ഒരു ബാഡ് ആംഗിളിലേക്ക് കൊണ്ടുപോകരുത്. കുട്ടി അകത്താണ്, ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അപ്പോൾ ഒരിക്കലും ജാസ്മിനെ ഭയങ്കര എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഭയങ്കര സൈക്കോളജിയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും വരുന്നുണ്ട്.